പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing our third chapter and the name is Recording of Transactions First. This is our 13th class. നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 13ാമത്തെ ക്ലാസ് ആണ്. In our previous class we discussed the rules of debit and credit in detail. വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇൻ ടുഡേയ്സ് സെഷൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ഹൗ ടു റൈറ്റ് ജേർണൽ എൻട്രി ആൻഡ് ഓൾസോ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് സെഷൻ. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് എൻട്രി ബുക്ക് കീപ്പിംഗ്. നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. The recording of debit aspect and the credit aspect of a transaction in the books of accounts is called double entry bookkeeping. The recording of debit aspect and the credit aspect of a transaction in the books of accounts is called double entry bookkeeping. What do you mean by the term double entry bookkeeping? It refers to the recording of debit and credit in the books of accounts. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. According to the rules of accounting, every transaction involves 2 elements or 2 aspects. The one is debit and the second one is credit. Already പഠിച്ച കാര്യം, ഒരു ട്രാൻസാക്ഷനകത്ത് 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്നാമത്തത് ഡെബിറ്റ് ആണ്, രണ്ടാമത്തത് ക്രെഡിറ്റ് ആണ്. ഈ 2 ആസ്പെക്റ്റുകളെയും നമ്മൾ അക്കൗണ്ടിംഗ് ബുക്സിനകത്തേക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി. ഡബിൾ എൻട്രി, 2 എൻട്രി, ഡ്യുവൽ എൻട്രി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ്, എ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ 2 പ്ലേസസ്. ഒരു ട്രാൻസാക്ഷനെ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. അതായത് ഒരു ഡെബിറ്റ് സ്ഥലത്തും ഒരു ക്രെഡിറ്റ് ആയിട്ടും. അതാണ് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മീനിങ് മാത്രം പഠിക്കുക. ഞാൻ ഒരുപാട് ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഇൻ ദിസ് സിസ്റ്റം, every transaction affects at least 2 accounts, or each and every transaction has at least 2 aspects. In this system, that is in double entry accounting or in double entry bookkeeping system, every transaction affect at least 2 accounts. എല്ലാ ട്രാൻസാക്ഷൻസും 2 അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്യുന്നു. or each and every transaction has at least 2 aspects. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. എ റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് എ ഗിവിംഗ് ആസ്പെക്ട്. ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും. ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റുകൾ ഉണ്ട്, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ക്ലിയർ? അക്കൗണ്ടിംഗ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സ്റ്റേജസ്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള അക്കൗണ്ടിങ്ങിന് 2 സ്റ്റേജുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എന്നല്ല. It is divided into 2 stages. The first one is preparation of journal. അതിൽ ആദ്യത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ ആണ്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. ക്ലിയർ? അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള അക്കൗണ്ടിങ്ങിന് 2 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ജേർണലിന്റെ പ്രിപ്പറേഷൻ, രണ്ടാമത്തെ സ്റ്റേജ് ആണ് ലെഡ്ജർ അക്കൗണ്ടുകളുടെ പ്രിപ്പറേഷൻ. ക്ലിയർ? ഈ ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് പഠിക്കും, ജേർണലിന്റെ പ്രിപ്പറേഷൻ. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസ് അബൌട്ട് പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ. ഒറിജിനൽ എൻട്രി, ഒറിജിനൽ, യഥാർത്ഥത്തിലുള്ള, ഫസ്റ്റ് ടൈം, ആദ്യത്തെ എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള മക്കളെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the term books of original entry refers to the books in which the transactions are recorded for the first time. ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസിന് എൻ്റർ ചെയ്യുന്ന പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇത്രയേ ഉള്ളൂ. The book in which the transactions is recorded for the first time is called journal or books of original entry.
അതായത് ട്രാൻസാക്ഷൻസിനെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ് ജേണൽ. ക്ലിയർ? The source document as discussed earlier is required to record the transactions in the journal. ഒരു ട്രാൻസാക്ഷനെ ജേണലിനൊക്കെ in order to enter a transaction in the books of journal, some evidence or some proof is needed. The evidence needed to record a transaction in journal is called the source document. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ജേണലിനകത്തേക്ക് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനൊരു തെളിവുണ്ടായിരിക്കണം, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം, ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. ആ പ്രൂഫിനെ അല്ലെങ്കിൽ ആ എവിഡൻസിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന്. അത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യമാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ബില്ല് കിട്ടി. ആ ബില്ല് എന്താണ്? ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. ആ ബില്ല് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു, 5000 രൂപയുടെ സാധനം വാങ്ങിച്ചു, നമ്മുടെ കയ്യിൽ 5000 രൂപയുടെ ബില്ലുണ്ട്. ആ ബില്ല് ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഏതിലെഴുതാം? ജേണലിൽ എഴുതാം. അപ്പോൾ ഒരു ജേണൽ എൻട്രി നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എവിഡൻസുകൾ ആവശ്യമാണ്. അങ്ങനെ ആ എവിഡൻസുകളെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന്. വൺ വേർഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, സോഴ്സ് ഡോക്യുമെന്റ്. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസിനെ എൻറ്റർ ചെയ്യുന്ന പുസ്തകത്തെ വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി മീൻസ് ദ ബുക്സ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരുപാട് ബുക്കുകൾ ഉണ്ട് മക്കളെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ചാപ്റ്ററിനകത്ത് ഒന്നേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ഏതൊക്കെയാണ് എന്നുള്ള പേര് മാത്രം നമുക്ക് ഇപ്പോൾ പഠിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ജേണൽ. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് ജേണൽ. ദ സെക്കൻഡ് വൺ ഈസ് ക്യാഷ് ബുക്ക്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് ക്യാഷ് ബുക്ക്. ദ തേർഡ് വൺ ഈസ് പർച്ചേസ് ബുക്ക്. മൂന്നാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് പർച്ചേസ് ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പർച്ചേസ് ജേണൽ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് പർച്ചേസ് ജേണൽ എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. ദ ഫോർത്ത് വൺ ഈസ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. നാലാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ദ ഫിഫ്ത്ത് വൺ ഈസ് സെയിൽസ് ബുക്ക്. അഞ്ചാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് സെയിൽസ് ബുക്ക് ഓർ സെയിൽസ് ജേണൽ. സെയിൽസ് ജേണൽ. സിക്സ്ത് വൺ ഈസ് സെയിൽസ് റിട്ടേൺസ് ബുക്സ്. ആറാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇതാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ദ സെവൻത് വൺ ഈസ് ബിൽസ് റിസീവബിൾസ് ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്ക്. എയ്ത്ത് വൺ ബിൽസ് പേയബിൾ ബുക്ക്. എട്ടാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ബിൽസ് പേയബിൾ ബുക്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ. അപ്പോൾ 9 ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണുള്ളത്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ പേര് മാത്രം ബൈഹാർട്ട് ചെയ്താൽ മതി. ഈ ചാപ്റ്ററിനകത്ത് ജേണൽ മാത്രം നമ്മൾ പഠിക്കും. ബാക്കിയുള്ള 8 കാര്യങ്ങളും നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? 9 ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയുടെ പേരൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ജേണൽ, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് റിസീവബിൾസ് ബുക്ക്, ബിൽസ് പേയബിൾസ് ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. ക്ലിയർ? So let's begin our first book of original entry, journal. നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ആരംഭിക്കാം. ജേണൽ ആരംഭിച്ച് കഴിഞ്ഞു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യാണ്. ജേണൽ. ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ ഈസ് ദ ബേസിക് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഏറ്റവും പ്രധാനപ്പെട്ട ഒറിജിനൽ എൻട്രിയുടെ പുസ്തകമാണ് ജേണൽ. In this book, transactions are recorded. In this book, transactions are recorded in the chronological order as and when they take place. In this book, that is in journal, transactions are recorded in a chronological order as and when they take place. ഈ ബുക്കിനകത്ത് ജേണലിനകത്ത് ട്രാൻസാക്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ക്രോണോളജിക്കൽ ഓർഡർ ആണ്. അതായത് ഡേറ്റ് വൈസ് ആയിട്ടാണ്. എപ്പോഴാണോ
ഒരു കാര്യം സംഭവിക്കുന്നത്, അപ്പോൾ അതിന് എൻ്റർ ചെയ്യാം. 3/1/2021 ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അത് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാത്രം 4/1/2021 കാര്യം എൻ്റർ ചെയ്യുക. അപ്പോൾ ഡേറ്റ് വൈസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിന് ഡേറ്റ് വൈസ് തന്നെയാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ആഫ്റ്റർവേർഡ്സ് transactions from these books are posted to the respective ledger accounts. ഈ ജേർണലിനകത്തേക്ക് ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ we will post the accounts to different ledger accounts. ജേർണൽ എൻട്രി കഴിഞ്ഞതിന് ശേഷം, after completing or after entering the transactions in journal, the transaction from these books are posted to the respective ledger accounts. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നുള്ള കാര്യങ്ങളാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ജേർണൽ എൻട്രി, അത് കഴിഞ്ഞിട്ട് ലെഡ്ജറിലേക്കുള്ള പോസ്റ്റിംഗ്. ക്ലിയർ? ഓക്കെ. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, കുറച്ച് തിയറി ഒക്കെ മനസ്സിലാക്കാനുണ്ട്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേർണൽ ഇസ് ടേംഡ് ആസ് journalizing. The process of recording transactions in a journal is known as journalizing. ട്രാൻസാക്ഷൻസിനെ ജേർണൽ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജേർണലൈസിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേർണൽ ഈസ് നോൺ ആസ് journalizing. And the transactions entered in the journal are called journal entry. And the transactions entered in the journal are called journal entry. കൂടാതെ നമ്മൾ ജേർണൽ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തേക്ക് എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേര് ജേർണൽ എൻട്രി എന്നാണ്. അതായത് ജേർണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻസിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് വിൽ ബിക്കം ജേർണൽ എൻട്രീസ്. ക്ലിയർ? It is also known as a day book because it records daily transactions in the order in which they took place. Journal is also known as a day book. ജേർണലിനെ ഡേ ബുക്ക് എന്നുകൂടെ അറിയപ്പെടാറുണ്ട് because it records daily transactions in the order in which they took place. കാരണം എന്താണ്? ഇത് ഡെയിലി ട്രാൻസാക്ഷൻസിനെ, ഓരോ ദിവസവുമുള്ള ട്രാൻസാക്ഷൻസിനെ എപ്പോഴാണോ അത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡേ ബുക്ക് എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. ക്ലിയർ? നെക്സ്റ്റ്, ഫോർമാറ്റ് ഓഫ് എ ജേർണൽ. ഒരു ജേർണലിന്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ജേർണൽ എൻട്രിയൊക്കെ നമ്മൾ ചെറിയ രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ജസ്റ്റ് നമ്മുടെ ഡിസ്കഷൻ മാത്രമാണ്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ജേർണൽ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോർമാറ്റ് ഓഫ് എ ജേർണൽ. എന്താണ് ജേർണലിന്റെ ഒരു ഫോർമാറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ ഒരു ടേബിൾ നിങ്ങൾ വരക്കണം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ജേർണൽ വരക്കാം എന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ദ ഫോർമാറ്റ് ഓഫ് എ ജേർണൽ ഇസ് ഗിവൻ ബിലോ. നമ്മൾ ജേർണൽ വരക്കാൻ പോവുകയാണ്. ആദ്യത്തെ ലൈൻ വരച്ചു, ഡ്രോ ദ സെക്കൻഡ് ലൈൻ. രണ്ടാമത്തെ ലൈൻ വരച്ചു, മൂന്നാമത്തെ ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ, 6th, 7th, 8th, 9th. ഇപ്പം നമ്മളൊരു ടേബിൾ വരച്ചു കുട്ടികളെ. ഇതാണ് ജേർണലിൻ്റെ ഫോർമാറ്റ്. ഇതാണ് ജേർണലിൻ്റെ ഫോർമാറ്റ്. ഇതിനൊരു ഹെഡിങ് ഉണ്ട്, അതൊക്കെ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. ജേർണൽ ഇൻ ദ ബുക്സ് ഓഫ് അജൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫോർമാറ്റ് മാത്രം പഠിക്കാം. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് വരച്ചാൽ പോരാ, അതിന് ഓരോ ഹെഡിങ് കൊടുക്കണം. ഓരോ കോളത്തിനും ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. ആദ്യത്തെ കോളം ഡേറ്റ് കോളമാണ്. ആദ്യത്തെ കോളം ഡേറ്റ് കോളമാണ്. രണ്ടാമത്തെ കോളം പർട്ടിക്കുലേഴ്സ് കോളമാണ്. ഡേറ്റ് കോളത്തിൽ എന്താ എഴുതുക? ഡേറ്റ്, നോ ഡൗട്ട്. ഡേറ്റ് കോളം ഈസ് ഇന്റൻഡഡ് ടു റൈറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ആൻഡ് ഇൻ ദ സെക്കൻഡ് കോളം ഈസ് പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളം ഈസ് ഇന്റൻഡഡ് ടു റൈറ്റ് ദ ജേർണൽ എൻട്രി. ഈ കോളത്തിനകത്താണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത്. ഈ കോളത്തിനകത്താണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത്. The third one is LF column. The third one is LF column. Ledger folio column. Ledger folio column. ഇതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതങ്ങ് വെറുതെ ഒരു കോളം വരച്ചു വെച്ചാൽ മതി. അതിനകത്ത് ഒന്നും എഴുതണ്ട. കാരണം ലെഡ്ജർ ഫോളിയോ നമ്മൾ ഈ കോളം ഫില്ല് ചെയ്യേണ്ടത് ലെഡ്ജർ അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്.
അതായത് ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജേണൽ എൻട്രി ലെഡ്ജർ എന്ന് പറയുന്ന പുസ്തകത്തിലെ എത്രാമത്തെ പേജ് നമ്പറിലാണ് ഉള്ളത് എന്ന് എഴുതുന്ന സ്ഥലമാണ് ലെഡ്ജർ ഫോളിയോ കോളം. അപ്പോൾ ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു കോളം അവിടെ വരച്ചു വെച്ചാൽ മതി. LF എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് കോളം അവിടെ വരച്ചു വെച്ചാൽ മതി. ഇത് നമുക്കിപ്പോൾ എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ദെൻ നാലാമത്തെ കോളം നോക്കുക, ഡെബിറ്റ് കോളം. നാലാമത്തെ കോളം, ദ ഫോർത്ത് കോളം ഈസ് ഡെബിറ്റ് കോളം. നാലാമത്തെ കോളം ഡെബിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളമാണ്. അഞ്ചാമത്തത് ക്രെഡിറ്റ് കോളം. അഞ്ചാമത്തത് ക്രെഡിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളം. LF എന്താണെന്നുള്ള കാര്യം നോക്കുക. LF in this column, the number of ledger page is written to which the debit and the credit aspect of the transaction is posted. This column is filled up at the time of posting and not at the time of making journal entry. Just മനസ്സിലാക്കുക, അത് നമ്മളെ കൂടുതൽ ബാധിക്കുന്ന കാര്യമല്ല. അതിന്റെ എക്സ്പാൻഷൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ. ഈ ഒരു ട്രാൻസാക്ഷൻ ലെഡ്ജർ അക്കൗണ്ടിന്റെ എത്രാമത്തെ പേജ് നമ്പറിലാണ് ഉള്ളത് എന്ന് എഴുതുന്ന കോളമാണ് LF. ഒരു തരി പോലും നിങ്ങൾ വിഷമിക്കേണ്ട, അത് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്ലാങ്ക് ഒരു കോളം അവിടെ വരച്ചു വെച്ചാൽ മാത്രം മതി. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതാമെന്ന് നോക്കാം. ഹൗ ടു റൈറ്റ് എ ജേണൽ എൻട്രി. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? ഫോർമാറ്റ് ഓഫ് എ ജേണൽ എൻട്രി ആണ്. ഫോർമാറ്റ് ഓഫ് എ ജേണൽ എൻട്രി. And now we will discuss how to write a journal entry. ഒരു എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിൾ മാത്രം എടുത്തിട്ട് എങ്ങനെ ജേണൽ എൻട്രി എഴുതാം എന്ന് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. 1/1/2021, 1/1/2021 സാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5,000. സാജു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5,000. സാജു എന്ത് ചെയ്തു? 5,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. അതിന്റെ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ജേണൽ എൻട്രിയുടെ പ്രോബ്ലം പഠിക്കുമ്പോൾ സാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാജു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ദ എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാ? വെൻ സാജു സ്റ്റാർട്ട് ഹിസ് ബിസിനസ് വിത്ത് 5,000 rupees, cash increases and the capital increases. When cash increase debit, when capital increase credit. So the entry is cash account to capital account. I think you remember. Clear? ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ രീതി നമ്മൾ വെറുതെ ഒരു സെന്റൻസ് പോലെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഴുതിയത്. ഈ ഒരു ട്രാൻസാക്ഷനെ ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Now we will check how to enter this transaction in journal. So draw the format, draw the journal. നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലും പെൻസിലും എടുത്തിട്ട് ജേണൽ വരയ്ക്കുകയാണ്. ഇതാ 3 ലൈൻ വരച്ചു. 4ാമത്തെ ലൈൻ, 5ാമത്തെ ലൈൻ, 6ാമത്തെ ലൈൻ, 7ാമത്തെ ലൈൻ, 8ാമത്തെ ലൈൻ, 9ാമത്തെ ലൈൻ. അപ്പോൾ ജേണലിന്റെ ഫോർമാറ്റ് വരച്ചു. ഇനി ഓരോ കോളത്തിനും ഹെഡിങ് കൊടുക്കുക. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, ഡെബിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. അപ്പോൾ 1, 2, 3, 4, 5 കോളത്തിന് ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ ജേണലിനകത്തേക്ക് എൻ്റർ ചെയ്യാമെന്ന്. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് കോളമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡേറ്റ് കോളത്തിലേക്ക് മെല്ലെ ഡേറ്റ് എഴുതുക. 1/1/2021. ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് എന്താണ്? ജേണൽ എൻട്രി എഴുതണം. ആദ്യത്തെ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാ? ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ .DR ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എവിടെ എഴുതുക? ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് നമ്മൾ ഒരു എൻട്രി രേഖപ്പെടുത്തി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. LF കോളം നിങ്ങൾ പേടിക്കണ്ട, ജസ്റ്റ് ലീവ് ഇറ്റ് ബ്ലാങ്ക്. ക്ലിയർ? ഇനി ഡെബിറ്റ് എമൗണ്ട് എഴുതാം. നേരെ കൊണ്ട് 5,000 ആണ് ഡെബിറ്റ്. അപ്പോൾ ക്യാഷിന് നേരെ കൊണ്ടുപോയിട്ട് 5,000 എഴുതുക. കാരണം ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന് നേരെ 5,000 എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടിന് നേരെ 5,000 കൂടെ എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടിന് നേരെ 5,000 കൂടെ എഴുതുക. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് എൻ്റർ ചെയ്തു. കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് മക്കളെ. ആഫ്റ്റർ റൈറ്റിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദിസ് ജേണൽ, എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ ഈസ് നീഡഡ്. ഒരു ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ
പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എൻട്രിയുടെ താഴെ ഇതെന്താണ് സംഭവം എന്ന് നമ്മളൊന്ന് ഒരു സെന്റൻസ് എഴുതണം. അങ്ങനെ ഒരു ട്രാൻസാക്ഷന്റെ താഴെ അതെന്താണ് സംഭവം എന്ന് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് നറേഷൻ എന്ന്. ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോ അക്കൗണ്ടൻസി പഠിച്ച കുട്ടി നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റൂ. +1 സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് അത് അറിയണമെന്നില്ല. ക്യാഷ് അക്കൗണ്ട് തൊട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിക്കും ഈശ്വര ഇത് എന്താ ഇത്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടെ മനസ്സിലാവണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രാൻസാക്ഷന്റെ താഴെ അതെന്താണ് എന്ന് എഴുതണം. അപ്പൊ ഇവിടെ എന്താ സംഭവം? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് എന്തുകൂടെ എഴുതുക? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് എഴുതുക. ഇതിനെ വിളിക്കുന്ന പേരാണ് നറേഷൻ എന്ന്. ഇങ്ങനെ കൂടെ എഴുതി കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഒരു ജേണൽ എൻട്രി എഴുതുന്ന പ്രോസസ്സാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഒരു ജേണൽ എൻട്രി എഴുതുന്ന പ്രോസസ്സാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ ജേണലിന്റെ ഫോർമാറ്റ് വരച്ചു. അതിനുശേഷം ഹെഡിങ് എഴുതി, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കോളത്തിനകത്ത് ഡേറ്റ് എഴുതി, പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് ആദ്യം ഡെബിറ്റ് ആസ്പെക്ട് എഴുതി, ക്യാഷ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് ആസ്പെക്ട് എഴുതി. ഇനി ഡെബിറ്റ് എമൗണ്ട് നേരെ ക്യാഷ് അക്കൗണ്ടിന് നേരെ എഴുതി, ക്രെഡിറ്റ് എമൗണ്ട് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിന് നേരെ എഴുതി, ബ്രാക്കറ്റിനകത്ത് നറേഷൻ കൂടെ എഴുതി. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? ഒരു ട്രാൻസാക്ഷനെ ജേണലിനകത്തേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് മക്കളെ ട്രാൻസാക്ഷൻസിനെ ജേണലിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.